സിനിമ ചലച്ചിത്രാരാധകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച കുഞ്ചാക്കോ ബോബൻ ആലപ്പുഴക്കാരുടെ ഹൃദയവികാരമായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പ്രധാന ചടങ്ങുകളിലൊന്നായി ഈ ഭാഗ്യചിഹ്ന പ്രകാശനത്തിന് എത്തുന്നത് അവിസ്മരണീയമായ മുഹൂർത്തം തന്നെയാണ്. എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്ന പ്രകാശനം നടക്കുമ്പോൾ അതിനെന്നെ തിരഞ്ഞെടുത്തതിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്, എൻ്റെ ഒരു സ്വകാര്യ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, നെഹ്റു ട്രോഫി വള്ളംകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ് എന്നുള്ളത്. ജലപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നിവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മുമ്പാകെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിലും ചെറിയൊരു അഹങ്കാരമുണ്ട്. അഹങ്കാരത്തിന് പ്രാപ്തനാക്കിയത് നമ്മളെല്ലാവരും കൂടെയാണ്, അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ്. ആലപ്പുഴയുടെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് മുന്നിൽ ഞാൻ ശിരസംവഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു പ്രകടനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്പെക്ടക്കിൾ തന്നെയാണ് വള്ളംകളി എന്നുള്ളത്. ഈ വർഷത്തെ വള്ളംകളി അതിൻ്റെ ഭാഗ്യചിഹ്നം അനാവരണം ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേകത കൂടെ ഉള്ളത്, ആദ്യമായിട്ടാണ് ഒരു വനിത അതിൻ്റെ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് അത് പ്രദർശിപ്പിക്കുന്നത്. ഒരു വലിയ കാര്യം തന്നെയാണ്. പുതിയ വഴികളിലൂടെ പുതിയ ആൾക്കാരെയും അല്ലെങ്കിൽ വനിതകളെയും നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ കാണിക്കുവാനായിട്ട്, ലോകത്തിന് മുന്നിൽ കാണിക്കുവാനായിട്ട് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് വളരെ, എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഘാടകരോട് അവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചെറിയൊരു സ്വകാര്യ സന്തോഷമുള്ളത്, ഈ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് നീലപ്പൊന്മാൻ. നീലപ്പൊന്മാൻ എന്നുള്ള പേരിൽ എൻ്റെ മുത്തച്ഛനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല ഓർമ്മകളും നൽകുന്ന ഒരു അവസരമായിട്ട്, ഒരു വേദിയായിട്ട് ഇത് മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആലപ്പുഴക്കാരൻ എന്നുള്ള രീതിയിൽ ഈ ചാക്കോച്ചൻ ഒരുപാട് കടപ്പെട്ടവനാണ്. ഈ എൻ്റെ നാടിനോട് ഒരുപാട് നന്ദി, ഒരുപാട് ആവേശത്തോടു കൂടി ഈ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഏറ്റവും നല്ല വിജയമായിട്ട്, ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ള വിജയമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.